ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വൃക്ക സംബന്ധമായ നേരിയ പ്രശ്നമുണ്ടെന്ന രക്തപരിശോധനാ ഫലം. ഓക്സിജൻ നൽകുന്നത് തുടരുന്നുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. തനിക്കായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. ബനിഷ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. ബനിഷ, ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നിന്ന്, ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആതിര, മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പുതുതായി, അതായത് രക്തപരിശോധനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങളുണ്ടെന്ന്, നേരിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്സിജൻ നൽകുന്നത് തുടരുകയാണെന്നാണ് ഇപ്പോൾ വത്തിക്കാൻ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ജമേലി ആശുപത്രിയിൽ നടന്ന ഹോളി മാസിലും മാർപ്പാപ്പ പങ്കെടുത്തിട്ടുണ്ട്. പ്രായാധിക്യവും 20കളിൽ ശ്വാസകോശത്തിന്റെ ചെറിയൊരു ഭാഗം നീക്കിവെച്ചതുമെല്ലാം നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആരോഗ്യസ്ഥിതിയിൽ നേരിയ തോതിൽ പുരോഗതി കാണിച്ചിരുന്നു. പനി കുറയുകയും അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയുകയും അടക്കം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ആരോഗ്യസ്ഥിതി സങ്കീർണമാകുകയായിരുന്നു. ആതിരം, ശരി. എന്നാൽ മാർപ്പാപ്പയുടെ ആരോഗ്യ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നും പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബനീഷ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.